ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയം ദശകം 74 ഭഗവാന്റെ മധുരാപുരി പ്രവേശം 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. 6ാമത്തെ ശ്ലോകം. താവന്നിശ്ചിത വൈഭവാസ്തവ വിഭോ നാത്യന്ത പാപാജനാ യത്കിഞ്ചിദ്ദദതേ സ്മ ശക്ത്യനുഗുണം താംബൂലമാല്യാദികം ഗൃണ്ണാന കുസുമാതികിഞ്ചന തഥാ മാർഗേ നിബദ്ധാഞ്ജലിർനാതിഷ്ടം ബതഃ യതോദ്യ വിപുലാമാർത്തിം വ്രജാമി പ്രഭോ. അർത്ഥം: ഹേ വിഭോ, സർവവ്യാപിയായ ഗുരുവായൂരപ്പ, താവത് ആ സമയത്ത് നാത്യന്ത പാപാഹ ജനാഹ അത്രയേറെ പാപം ചെയ്യാത്ത ആളുകൾ തവ നിന്തിരുവടിയുടെ നിശ്ചിത വൈഭവാഹ മാഹാത്മ്യത്തിൽ വിശ്വാസം ഉറച്ചവരായിട്ട് ശക്തി അനുഗുണം താംബൂലമാല്യാദികം യത് കിഞ്ചിദ്ദതേ സ്മ അവരവരുടെ ശക്തിക്ക് തക്കവണ്ണം താംബൂലം, പൂമാല തുടങ്ങി എന്തെങ്കിലും ചിലത് കാഴ്ചവെച്ച് വന്ദിച്ചു. തഥാ അപ്പോൾ കുസുമാദി കിഞ്ചന ഗൃണ്ണാനഹ മാർഗേ പൂക്കൾ തുടങ്ങിയ എന്തെങ്കിലും ഒന്ന് കയ്യിലെടുത്തുകൊണ്ട് വഴിക്ക് നിബദ്ധാഞ്ജലി കൂപ്പുകയ്യുമായി ഞാൻ ന അതിഷ്ടം ബത നിന്നിരുന്നില്ല. കഷ്ടം. ഹേ പ്രഭോ, അല്ലയോ സർവേശ്വര, യതഃ അദ്യ അതുമൂലം ഇന്ന് വിപുലാമാർത്തിം വ്രജാമി വലിയ വേദനയെ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. 7ാമത്തെ ശ്ലോകം. ഏഷ്യാമീതി വിമുക്തയാപി ഭഗവന്നാലേപദാത്ര്യാ തയാ ദൂരാത് കാതരയാ നിരീക്ഷിതഗതിസ്ത്വം പ്രാവിശോ ഗോപുരം ആഘോഷാനുമിതത്വദാഗമമഹാഹർഷോലളത് ദേവകീ വക്ഷോജപ്രഗളത് പയോരസമിഷാത്വത് കീർത്തിരന്തർഗത. അർത്ഥം: ഹേ ഭഗവൻ, ഏഷ്യാമി ഇതി വിമുക്തയാപി അല്ലയോ ഭഗവാനെ, ഞാൻ വന്നോളാമെന്ന് പറഞ്ഞയക്കപ്പെട്ടെങ്കിലും ദൂരാത് കാതരയാ തയാ ആലേപദാത്ര്യാ നിരീക്ഷിതഗതിഃ ത്വം ദൂരത്തിൽ നിന്നുകൊണ്ട് വിരഹഭീതിയായിരിക്കുന്ന ആ കുറിക്കൂട്ടുകാരി നോക്കിക്കാണുന്ന നടത്തത്തോടുകൂടി നിന്തിരുവടി ഗോപുരം പ്രാവിശഃ ഗോപുരത്തിൽ കടന്നു. ആഘോഷാനുമിതത്വദാഗമ മഹാഹർഷോലളത് ദേവകീ വക്ഷോജ പ്രഗളത് പയോരസമിഷാത് ജനങ്ങളുടെ കോലാഹല ശബ്ദം കേട്ട് അങ്ങയുടെ എഴുന്നള്ളത്തായെന്നറിഞ്ഞ് വർദ്ധിച്ച ആഹ്ലാദം ഉൾക്കൊള്ളുന്ന ദേവകിയുടെ ചുരന്നുപോയ മുലകളിൽ നിന്നും ഒഴുകുന്ന മുലപ്പാലെന്ന വ്യാജേന ത്വത് കീർത്തി അന്തർഗത അവിടുത്തെ കീർത്തി മുമ്പേ അകത്ത് കടന്നുകൂടി. 8ാമത്തെ ശ്ലോകം. ആവിഷ്ടോ നഗരീം മഹോത്സവവതീം കോദണ്ഡശാലാം വ്രജൻ മാധുര്യേണ തേജസാനുപുരുഷൈർദൂരേണ തത്താന്തര സ്രഗ്ഭിർഭൂഷിതമർച്ചിതം വരധനുർമാമേതി വാദാത്പുര പ്രാഗൃഹ്ണാ സമരോപയ കില സമാക്രാക്ഷീരഭാംക്ഷീരപി. അർത്ഥം: മഹോത്സവവതീം നഗരീം ആവിഷ്ടഃ മഹോത്സവം നടക്കുന്ന മധുരാ രാജധാനിയിൽ പ്രവേശിച്ച ശേഷം കോദണ്ഡശാലാം വ്രജൻ നിന്തിരുവടി കോദണ്ഡശാലയിലേക്ക് ചെന്നപ്പോൾ മാധുര്യേണ നോ തേജസ നോ പുരുഷൈഃ ദൂരേണ ദത്താന്തരഃ മാധുര്യം ഹേതുവായിട്ടോ അതോ തേജസ്സുകൊണ്ടോ
ചാപരക്ഷകന്മാർ ദൂരത്ത് നീങ്ങി നിന്ന് വഴി നൽകപ്പെട്ടവനായിട്ട് സ്രഗ്ഭിഹി മാലകളാൽ ഭൂഷിതം അലങ്കൃതവും അർച്ചിതം വഴിപോലെ പൂജിക്കപ്പെട്ടതുമായ വരധനുഹു വിശിഷ്ടമായ വില്ല് മാ മാ ഇതി വാദാത് പുരഃ അരുതരുതെന്ന് പറയുന്നതിനു മുമ്പായി തന്നെ പ്രാഗൃഹാഹ കടന്നെടുക്കുകയും സമരോപയ കുലയേറ്റുകയും സമാക്രാക്ഷീഹി വലിക്കുകയും അഭാംക്ഷീഹി ഒടിക്കുകയും അപി കില ചെയ്തു കഴിഞ്ഞുവല്ലോ. 9ാമത്തെ ശ്ലോകം. ശ്വ കംസക്ഷപണോത്സവസ്യ പുരതഃ പ്രാരംഭതൂര്യോപമ ചാപധ്വംസമഹാധ്വനിസ്തവ വിഭോ ദേവാനരോ മാഞ്ചയത് കംസസ്യാപി ച വേപഥുസ്തദുദിതഃ കോദണ്ഡഖണ്ഡദ്വയീ ചണ്ഡാഭ്യാഹത രക്ഷിപൂരുഷരവൈരുത്കൂലിതോഭൂത് ത്വയാ. അർത്ഥം: ഹേ വിഭോ, അല്ലയോ ഭഗവാനെ, ശ്വഃ നാളത്തെ കംസക്ഷപണോത്സവസ്യ പുരതഃ കംസവധോത്സവത്തിന് മുമ്പുള്ള പ്രാരംഭതൂര്യോപമ തവ ചാപധ്വംസ മഹാധ്വനിഹി കേളികൊട്ടുപോലുള്ള നിന്തിരുവടി വില്ലൊടിച്ചപ്പോഴത്തെ വമ്പിച്ച ശബ്ദം ദേവാൻ ദേവകൾക്ക് രോമാഞ്ചം കൈവളർത്തി. കംസസ്യാപി ച തദുദിതഃ വേപതുഃ കംസന് അത് കേട്ടുണ്ടായ വിറയൽ കോദണ്ഡഖണ്ഡദ്വയീ ചണ്ഡാഭ്യാഹത രക്ഷിപൂരുഷരവൈഹി മുറിഞ്ഞ വില്ലിൻ്റെ 2 തുണ്ടങ്ങൾ കൊണ്ടും ഊക്കിൽ അടിച്ചു വീഴ്ത്തപ്പെട്ട കാവൽക്കാരുടെ ആർത്തനാദം കൊണ്ട് ത്വയ നിന്തിരുവടിയാൽ ഉത്കൂലിതഃ അഭൂത് അതിരറ്റതാക്കി ചെയ്യപ്പെട്ടു. 10ാമത്തെ ശ്ലോകം. ശിഷ്ടൈർദുഷ്ടജനൈശ്ച ദൃഷ്ടമഹിമാ പ്രീത്യാ ച ഭീത്യാ തതഃ സംപശ്യൻ പുരസമ്പതം പ്രവിചരൻ സായം ഗതോ വാടികാം ശ്രീദാംനാ സഹ രാധികാ വിരഹജം ഖേദൻ വദൻ പ്രസ്വപന്നാനന്ദന്നവതാരകാര്യഘടനാത് വാദേശ സംരക്ഷമാം. അർത്ഥം: തതഃ പിന്നീട് ശിഷ്ടൈഹി പ്രീത്യാച്ച സജ്ജനങ്ങൾ സംതൃപ്തിയോടും ദുഷ്ടജനൈഹി ഭീത്യാച്ച ദുഷ്ടന്മാർ ഭയത്തോടും നോക്കിക്കണ്ടറിഞ്ഞ ദൃഷ്ടമഹിമാത്വം മഹാത്മ്യത്തോടുകൂടിയ നിന്തിരുവടി പുരസമ്പദം സമ്പശ്യൻ നഗരത്തിൻ്റെ ഐശ്വര്യ സമൃദ്ധി നോക്കിക്കണ്ടുകൊണ്ട് പ്രവിചരൻ സായം വാടികാം ഗതഃ ചുറ്റി നടന്ന് വൈകുന്നേരമായപ്പോൾ പുരോദ്യാനത്തിൽ തിരിച്ചെത്തിയിട്ട് ശ്രീദാംനാ സഹ ചങ്ങാതിയായ ശ്രീദാമാവിനോട് രാധികാവിരഹജം രാധയെ പിരിഞ്ഞതിലുള്ള ഖേദം വിരഹം വദൻ പറഞ്ഞ് കിടന്നുറങ്ങുമ്പോഴും പ്രസ്വപൻ അവതാരകാര്യഘടനാത് അവതാരകാര്യമായ ഭൂഭാരശമനത്തിന് വഴികിട്ടിയതോർത്ത് ആനന്ദിക്കുന്ന ഹേ വാദേശ ഗുരുവായൂരപ്പ മാം സംരക്ഷ നിന്തിരുവടി അടിയനെ കാത്തുരക്ഷിക്കണമേ. ഇന്ന് വായിച്ച ശ്ലോകങ്ങളുടെ സാരം ഇതാണ്. അതായത്, സർവവ്യാപിയായ ഗുരുവായൂരപ്പ ആ സമയത്ത് അത്രയേറെ പാപം ചെയ്യാത്ത ആളുകൾ ഭഗവാന്റെ മാഹാത്മ്യത്തിൽ വിശ്വാസം ഉറച്ചവരായിട്ട് അവരവരുടെ ശക്തിക്ക് തക്കവണ്ണം താമ്പൂലം പൂമാല തുടങ്ങി എന്തെങ്കിലും ചിലത് കാഴ്ചവെച്ച് വന്ദിച്ചു. ആ സമയത്ത് പൂക്കൾ കൊണ്ട് എന്തെങ്കിലും ഒന്ന് കയ്യിലെടുത്തുകൊണ്ട് വഴിക്ക് കൈകൂപ്പിക്കൊണ്ട് ഞാൻ നിന്നിരുന്നില്ല. കഷ്ടം അല്ലയോ സർവേശ്വര, അതുമൂലം ഇന്ന് വലിയ വേദന അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. അതായത് പൂർവജന്മത്തിൽ കിട്ടിയ സുഹൃതം കൊണ്ട് മാത്രമേ ഭഗവത് തത്വം അറിഞ്ഞ്
ആരാധിക്കുവാൻ ഉള്ള തോന്നൽ വരികയുള്ളൂ. അതായത് ഭഗവാനെ ആരാധിക്കാൻ തോന്നണമെങ്കിൽ പൂർവജന്മ സുഹൃതം വേണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സുഹൃതം വേണം എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് അത്രയും പുണ്യം ചെയ്തിരിക്കണം. അതുകൊണ്ട് മനുഷ്യൻ പീഡിതനാകുന്നത് എന്തുകൊണ്ടാണ്? സുഹൃതം ചെയ്യാത്തതുകൊണ്ട്, ഭഗവത് ഭജനം ചെയ്യാത്തതുകൊണ്ട്. ഇത് മനസ്സിലാക്കി ഈ നിമിഷം മുതൽക്കെങ്കിലും ഭഗവാനെ ഭജിച്ച് ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും പാപങ്ങളും അതുപോലെ വേദനകളും ഇല്ലാതാക്കുവിൻ എന്നുകൂടി ഭട്ടതിരിപ്പാട് ഈ ശ്ലോകങ്ങളിലൂടെ നമ്മളെ ഉപദേശിക്കുന്നു. ഞാൻ വന്നോളാമെന്ന് പറഞ്ഞ് അയക്കപ്പെട്ടെങ്കിലും ദൂരത്ത് നിന്നുകൊണ്ട് വിരഹഭീതിയായിരിക്കുന്ന ആ കുറിക്കൂട്ടുകാരി, അതായത് ഭഗവാൻ കൂനിയെ സുന്ദരിയാക്കിയല്ലോ, അവരാണല്ലോ കുറിക്കൂട്ട് ഭഗവാന് കൊടുത്തത്. അവർ ദൂരത്ത് നിന്ന് ഭഗവാനിൽ നിന്നുള്ള വിരഹം ഉണ്ടാകുമോ എന്നുള്ള ഭയം, അതായത് ഭഗവാനെ കാണാൻ കഴിയില്ലയോ, ഇനിയും കാണാൻ കഴിയില്ലയോ എന്നുള്ള ആ ഭയം, ആ സ്നേഹം ഉള്ള ആ കുറിക്കൂട്ടുകാരി നോക്കി കാണുന്ന നടത്തത്തോടു കൂടിയ ഭഗവാൻ ആ രാജധാനിയിലെ കംസൻ്റെ ഗോപുരത്തിലേക്ക് നടന്നു. ജനങ്ങളുടെ കോലാഹല ശബ്ദം കേട്ട് ഭഗവാന്റെ എഴുന്നള്ളത്തായെന്നറിഞ്ഞ് വർദ്ധിച്ച ആഹ്ലാദം ഉൾക്കൊള്ളുന്ന ദേവകിയുടെ ചുരന്നുപോയ മുലകളിൽ നിന്നും ഒഴുകുന്ന മുലപ്പാലെന്ന വ്യാജേന ഭഗവാന്റെ കീർത്തി മുമ്പേ അകത്തേക്ക് കടന്നുകൂടി. മധുരയിൽ കടന്ന് കാണിച്ച അത്ഭുതങ്ങളൊന്നുമല്ല, കംസവധത്തിന് സന്നദ്ധനായി ഭഗവാൻ എത്തിക്കഴിഞ്ഞു എന്ന് ദേവകിക്കുണ്ടാകുന്ന മനസ്സമാധാനമാണ് പ്രാധാന്യം അർഹിക്കുന്നത്. ഭഗവത് കീർത്തി മുമ്പേ തന്നെ രാജധാനിയിൽ പ്രവേശിച്ച് ആ കർത്തവ്യം നിറവേറ്റിയതായി ഭംഗി അന്തരേണ കവി ഇവിടെ വിവരിച്ചിരിക്കുന്നു. അതായത് ഭഗവാൻ വന്നു എന്നുള്ള വാർത്ത ദേവകിക്ക് ഭഗവാൻ ഗോപുരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പേ എത്തി. ദേവകിക്ക് മനസ്സമാധാനം ഉണ്ടായി എന്നാണ് ഇതിൽ പറയുന്നത്. ധനുർയാഗം ദർശിപ്പിക്കാനാണല്ലോ, അതായത് കാണിക്കാനാണല്ലോ കംസൻ ഭഗവാനെ ക്ഷണിച്ചു വരുത്തിയത്. വീരപൂജയായ യാഗം ധനുർഭഞ്ജനം, ആ വില്ല് ഒടിച്ചതു മൂലം പൂർത്തിയാക്കാനാവാതിരുന്നാൽ അതിൻ്റെ യജമാനന് ദോഷമാണ്. അതായത് ആ വില്ലിൻ്റെ യജമാനന് ദോഷമാണ്. ഭഗവാൻ ഒരു കൂസലവും ഇല്ലാതെ ആർക്കും തൊടാനും കൂടി അർഹതയില്ലാത്ത ആ വില്ല് കടന്നെടുത്ത് കുലച്ചു, എന്നിട്ട് വലിച്ചു മുറിച്ചു. അതായത് കുലയേറ്റ് വലിച്ചു മുറിച്ചു. അത്രയും വേഗത്തിലായിരുന്നുവെന്ന് വർണ്ണന കൊണ്ട് വ്യക്തമാക്കി ഭട്ടതിരിപ്പാട്. കംസനിഗ്രഹവും ഉടനെ ഒരു പ്രയാസവും ഇല്ലാതെ നിഷ്പ്രയാസം അടുത്തുവെന്ന് ഉദ്ബോധിപ്പിക്കുന്ന, അതായത് ബോധിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ഘടന വിവരിക്കുന്നത്. ഭഗവാനെ നാളത്തെ കംസവധോത്സവത്തിന് മുന്നുള്ള കേളിക്കൊട്ടു പോലുള്ള ഭഗവാന്റെ വില്ലൊടിച്ചപ്പോഴത്തെ വമ്പിച്ച ശബ്ദം ദേവകൾക്ക് രോമാഞ്ചം കൈവളർത്തി. കംസൻ അത് കേട്ടുണ്ടായ വിറയൽ, മുറിഞ്ഞ വില്ലിൻ്റെ 2 തുണ്ടങ്ങൾ കൊണ്ടും മൂക്കിൽ അടിച്ചു വീഴ്ത്തപ്പെട്ട കാവൽക്കാരുടെ ആർത്തനാദം കൊണ്ട്, ദീനരോദനം കൊണ്ട് ഭഗവാനാൽ അതിരറ്റതാക്കി ചെയ്യപ്പെട്ടു. അതായത് കംസന് തൻ്റെ അന്തകനായിട്ടാണ് ഭഗവാൻ വന്നെത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞുവെന്ന് ഇവിടെ വിവരിക്കുന്നു. പിന്നീട് സജ്ജനങ്ങൾ സംതൃപ്തിയോടും ദുഷ്ടന്മാർ ഭയത്തോടും നോക്കിക്കണ്ടറിഞ്ഞ മാഹാത്മ്യത്തോടു കൂടിയ ഭഗവാൻ നഗരത്തിൻ്റെ ഐശ്വര്യ സമൃദ്ധി നോക്കിക്കണ്ടുകൊണ്ട് ചുറ്റി നടന്ന് വൈകുന്നേരമായപ്പോൾ പുരോദ്യാനത്തിൽ തിരിച്ചെത്തിയിട്ട് ചങ്ങാതിയായ ശ്രീദാമാവിനോട് രാധയെ പിരിഞ്ഞതിലുള്ള ഖേദം പറഞ്ഞ് കിടന്നുറങ്ങുമ്പോഴും അവതാരകാര്യമായ ഭൂഭാരശമനത്തിന്, ഭൂമിദേവിയുടെ ഭാരത്തിൻ്റെ ശമനത്തിന് വഴി കിട്ടിയതോർത്ത് ആനന്ദിക്കുന്ന ഗുരുവായൂരപ്പ, നിന്തിരുവടി അടിയനെ കാത്തുരക്ഷിക്കണമേ.